ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. വംശീവിഭൂഷിതകരാൽ നവനീരതാഭാൻ പീതാംബരാലരണബിംബഫലാ സരോഷ്ടാൽ പൂർണ്ണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ മാന്യരായിട്ടുള്ള ശ്രോതാക്കൾക്ക് നമസ്കാരം. ഭാഗവത പ്രഭാഷണ പരമ്പര ഇപ്പോൾ 77ാമത്തെ ഭാഗം ആണ് ഇപ്പോൾ നമ്മൾ വർണ്ണിക്കാനായിട്ട് തുടങ്ങുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം വേണ്ട പോലെ എന്ന് പറയട്ടെ അങ്ങനെ തുടർന്നു പോകുന്നു. എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഒന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ലാതെ എല്ലാം സാധിക്കുന്നത്. എല്ലാം ഈശ്വരൻ എങ്ങനെ തോന്നിക്കണു. വ്യാഖ്യാനോത്സവങ്ങളുടെയും ഗ്രന്ഥത്തിൻ്റെയൊക്കെ സഹായം കൊണ്ടും അങ്ങനെ നമുക്ക് ഓരോന്നൊക്കെയായിട്ട് പറയാനായിട്ട് സാധിക്കണം. അറിവ് നേടിയത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളൊരു സതുദ്ദേശം മാത്രമാണ് ഈ പ്രഭാഷണ പ്രക്ഷേപണത്തിന് പിന്നിലുള്ളത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായി ആയെങ്കിൽ ഈ പറയുന്നവൻ കൃതാർത്ഥനായി. അത് ഭഗവാന്റെ അനുഗ്രഹം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് തുടരാം. വിതുര മൈത്രേയ സംവാദമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സൃഷ്ടിപ്രകരണമാണ് തുടങ്ങിയത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമായതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ശ്ലോകങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ടാണ് നമ്മൾ ചൊല്ലിയത്. 27ാമത്തെ ശ്ലോകമാണ് 5ാമത്തെ അധ്യായത്തിൽ, തൃതീയ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തില് 27ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. പിന്നെ നമുക്ക് 28ാമത്തെ ശ്ലോകമാണ് ഇനി നോക്കാനുള്ളത്. അപ്പൊ പറഞ്ഞു, ഈ തത്വങ്ങളൊക്കെ ഉണ്ടായത്, സൃഷ്ടിക്ക് ഏറ്റവും മുമ്പുണ്ടായത് സത്വങ്ങളാണ്. അതാണല്ലോ സർഗം എന്നുള്ള ലക്ഷണത്തോടു കൂടിയതാണ് തൃതീയ സ്കന്ധം എന്ന് പറയാൻ കാരണം. സർഗം എന്ന് പറഞ്ഞ സൃഷ്ടി. എന്താണ് സൃഷ്ടിയുടെ ആദ്യ ഭാഗം? സൃഷ്ടിയിലെ ഏറ്റവും ആദ്യം ഭഗവാൻ ചെയ്തത് പ്രപഞ്ചം നിർണയിച്ചതിന് മുമ്പായിട്ട് ആദ്യമായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് കാണിക്കുകയാണ്. ഭഗവാൻ ഏകനായിരുന്നു. തൻ്റെ ഉള്ളിലെ എല്ലാം അടക്കി വെച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ. അതിനെ ഭഗവാൻ തന്നെ സ്വയം തീരുമാനിച്ചു, ഇതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ തന്നിൻ്റെ ഉള്ളിൽ ലയിച്ചിരുന്ന വസ്തുക്കളെയെല്ലാം ഭഗവാൻ പുറത്തേക്ക് എടുക്കുന്നു. ആദ്യം മായ എന്നുള്ള ശക്തിയാണ് പുറത്തേക്ക് വന്നത്. ആ മായാശക്തിയുടെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത് എന്നൊക്കെ അവ്യക്തമായിരുന്നു. അപ്പോൾ ആദ്യം അവ്യക്തം എന്നുള്ള തത്വം ഉണ്ടായി. ആ അവ്യക്ത തത്വത്തിൽ നിന്ന് പിന്നീട് മഹത്വ ആയിട്ടുള്ള തത്വം, അറിവിൻ്റെതായിട്ടുള്ളൊരു പ്രപഞ്ചം അർത്ഥം, ബുദ്ധിയുടേതായിട്ടുള്ളൊരു അവസ്ഥ ഒക്കെ ഉണ്ടായി. അതാണ് നമ്മൾ വർണ്ണിച്ചത്. ആ മഹത്വത്വം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിലൊരു ജ്ഞാനമുണ്ട്, ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ആ ജ്ഞാനത്തിനെ പറയുന്ന പേരാണ് ചിദാഭാസൻ എന്ന് പറയാം. ചിദാഭാസൻ അത് ഈ ലോകസൃഷ്ടിക്കുള്ള ഒരു കാരണമായിട്ട് തീരുകയാണ്. ഈ മഹത്തത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളും ഈ ലോകസൃഷ്ടിക്ക് ഉള്ള കാരണങ്ങളാണ്. ഈ ഗുണങ്ങളൊക്കെ സമാവസ്ഥയിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തില് ഒരു സൃഷ്ടി നടക്കില്ല. ഭഗവാൻ ഏകനായിട്ടിരിക്കുന്ന സമയത്ത് ഈ 3 ഗുണങ്ങളും, സത്വം, രജസ്, തമസ്, 3 ഗുണങ്ങളും സമാവസ്ഥയിലായിരുന്നു.
സാമ്യാവസ്ഥ, സമാവസ്ഥ എന്നൊക്കെ പറയാം. ആ അവസ്ഥയെ ഒന്ന് ക്ഷോഭിപ്പിച്ചു ഭഗവാന്റെ കാലമാകുന്ന ശക്തി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഇതാ ചിതാത്മാവുണ്ടായി. ഈ സത്വാദി ഗുണങ്ങളുടെയും കാലത്തിൻ്റെയൊക്കെ ചേർത്തുകൊണ്ട് ഉണ്ടായ ഒരു തത്വമാണ് മഹത്തത്വം. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാ തത്വങ്ങളുടെയും എല്ലാ പ്രപഞ്ചത്തിന്റെയും കാരണതത്വം. അത് ഭഗവാന്റെ ജ്ഞാനത്തിന് വിഷയമായി ഭവിച്ചു. അതിനുള്ളിൽ ഈ തത്വത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന വസ്തുക്കളൊക്കെ ഭഗവാന്റെ സങ്കല്പം മൂലം വികാരം പ്രാപിച്ചു. വികാരം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയെന്നർത്ഥം. മഹത്തത്വത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ തത്വങ്ങളും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതിന് കാരണം ഭഗവാന്റെ ഇച്ഛ തന്നെ. രജോ ഗുണം പ്രവർത്തിച്ചു തുടങ്ങി എന്നാ പറയാ. സത്വം, രജസ്, തമസ് ഉണ്ടല്ലോ. രജോ ഗുണത്തിനാണ് ആ ഒരു സ്വഭാവം ഉള്ളത്. വെറുതെ ഇരിക്കാത്ത ഒരവസ്ഥ. പ്രവർത്തനക്ഷമതയാണ് രജോ ഗുണികൾക്ക് ഉണ്ടാവുക. അപ്പോ ഈ മഹത്തത്വം വികൃതമായപ്പോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോ അതിൽ നിന്ന് ഉണ്ടായതാണ് അഹം എന്നുള്ള തത്വം. അഹങ്കാരം എന്ന് പറയും. അഹം തത്വം എന്നൊക്കെ പറയും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അഹങ്കാരമല്ല, അഹം എന്നുള്ള ഭാവം, ഞാൻ എന്നുള്ള അവസ്ഥ ഉണ്ടായി എന്നർത്ഥം. ഈ ബുദ്ധിതത്വത്തിൽ നിന്ന് പിന്നീട് ഉണ്ടായത് ഞാൻ എന്നുള്ള ഭാവമാണ്. അപ്പോൾ ഈശ്വരൻ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തത്വങ്ങളാണ് വികാസ തത്വങ്ങളാണ് മഹത്തത്വവും അഹങ്കാര തത്വവും. ഇതെല്ലാം ഭഗവാന്റെ സങ്കല്പമാണ്. ഇതിനൊക്കെ കാരണം അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈശ്വര സങ്കല്പം. ഈശ്വര സങ്കല്പം നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതാണ് പറയുന്നത് 28ാമത്തെ ശ്ലോകത്തിലെ സോപ്യംശ ഗുണകാലാത്മാ ഭഗവത് ദൃഷ്ടിഗോചര ആത്മാനം ജഗരോദാത്മാ വിശ്വസ്യാസ്യ ശുശ്രൂഷയാ. അംശഗുണകാലാത്മാ സ അപി അംശഗുണകാലാത്മാ. അംശം, ഗുണങ്ങൾ, കാലം എന്നിവയോട് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ അസ്യ വിശ്വസ്യ ഈ ലോകത്തിന് ആത്മാ കാരണഭൂതമായിട്ട് ഭഗവാന്റെ ഒരു ദൃഷ്ടി കൊണ്ട് ഭഗവത് ദൃഷ്ടിഗോചര ഭഗവാന്റെ ദൃഷ്ടിക്ക് വിഷയമായിട്ട് ഭഗവാന്റെ ഇച്ഛ എന്താണ്? ശുശ്രൂഷയാ, സൃഷ്ടി ചെയ്യണം എന്നുള്ള താല്പര്യം. അതിന്റെ ഫലമായിട്ട് ആത്മാനം വ്യകരോൽ ആത്മാവിനെ വികാരപ്പെടുത്തി. ഭഗവാൻ തന്നെ സ്വന്തം ശക്തിയെ വികാരപ്പെടുത്താൻ നിശ്ചയിച്ചപ്പോൾ ആ മഹത്തത്വത്തിൽ നിന്ന് അതിന് വികാരം പ്രാപിച്ച് ഉണ്ടായ തത്വമാണ് അഹം തത്വം അല്ലെങ്കിൽ അഹങ്കാരം എന്നർത്ഥം. 29ാമത്തേൽ പറയുന്നു മഹത്തത്വാൽ വികർവാണാൽ അഹം തത്വം വിജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയമനോമയാം. അങ്ങനെ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് വികാരം പ്രാപിച്ചപ്പോൾ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാര തത്വം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഇനി അതെങ്ങനെയാണ്? അതിന്റെ കാര്യം എന്താണ്? ഈ മഹത്തത്വമാകുന്ന കാരണത്തിൽ നിന്ന് അഹം തത്വം എന്നുള്ള കാര്യം ഉണ്ടാകാൻ എന്താണ് കാര്യം എന്ന് പറയാം. ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാ തത്വത്തിന്റെയും കാരണമാണ് മഹത്തത്വം. അത് നമ്മൾ ആദ്യം പറയണ്ടായി. മാത്രമല്ല ആ മഹത്വത്തിൽ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനത്തിനെ പറയുന്ന പേരാണ് ചിദാഭാസൻ. ചിത് ആഭാസൻ എന്നർത്ഥം. ചിദാഭാസൻ, ചിത്തിൽ വിളങ്ങുന്നവൻ എന്നർത്ഥം. ആ ചിത്തിൽ വിളങ്ങുന്ന ചിദാഭാസനാണ് എല്ലാത്തിനും കാരണസ്വരൂപനായിട്ടിരിക്കുക, എല്ലാത്തിനെയും കർത്താവായിട്ടിരിക്കുക. ഭഗവത് സാമീപ്യം ഉള്ളത് കൊണ്ടാണ് ഇതിനെല്ലാം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തിക്കുന്ന ആള് കർത്താവ്. അപ്പോൾ ചിദാഭാസൻ ഇവിടെ കർത്താവ് എന്ന് നമുക്ക് വിളിക്കാം. കാര്യം എന്നുള്ളത് എന്താണ്? ഈ ലോക സൃഷ്ടിയാണ് കാര്യം. അപ്പോൾ ലോകസൃഷ്ടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് ഭഗവാൻ
തീരുമാനിച്ചപ്പോഴാണ് പഞ്ചഭൂതങ്ങളാണ് ഏറ്റവും ആവശ്യം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. പഞ്ചഭൂതങ്ങളാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 വസ്തുക്കളെ പറയുന്ന പേരാണ് പഞ്ചഭൂതങ്ങൾ. അപ്പോ ഇവിടുത്തെ കാര്യവസ്തു, ഉണ്ടാകേണ്ട വസ്തു ആകാശം മുതലായിട്ടുള്ള പഞ്ചഭൂതങ്ങളാണ്. ഇപ്പൊ കാര്യശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെയാണ്. ഈ പഞ്ചഭൂതങ്ങളെ പറയുന്ന പേരാണ് അധിഭൂതം എന്ന് പറയാം. അധിഭൂതം. ഇനിയൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം, ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം എന്നൊക്കെ നമ്മൾക്ക് ഇനി കേൾക്കാൻ പറ്റും. അതിൽ ഉദ്ദേശിക്കുന്ന അധിഭൂതം എന്നുള്ളത് ഈ പഞ്ചഭൂതങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇന്ദ്രിയങ്ങളെയാണ് എന്ന് പറയാണ് ഇവിടെ. ആ ഇന്ദ്രിയങ്ങളെ അധ്യാത്മം എന്ന് പറയും. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ 10 ഇന്ദ്രിയങ്ങളാണല്ലോ. ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങളാണ് മുഖത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കാത്, ഇതിനെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയാം. മനസ്സ് ഒക്കെ ഇന്ദ്രിയങ്ങളിൽ പെടുന്നതാണ്. പിന്നെ ഇന്ദ്രിയങ്ങളൊക്കെ അധിഷ്ഠാന ദേവതകളെ സങ്കല്പിച്ചു. മനസ്സൊക്കെ അതിൽ പെട്ട ഒരു ദേവതയായിട്ടാണ് സങ്കല്പിക്കുക. അപ്പൊ നമ്മളിപ്പോ എന്താ മനസ്സിലാക്കിയത്? ഈ മഹത്തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ദേവന്മാരുടെയും, ഇതിനൊക്കെ അധിപതിയായിട്ടുള്ള ദേവന്മാരുടെയൊക്കെ ഒരു കൂട്ടത്തിനെ പറയുന്ന പേരാണ് മഹത്തത്വം. അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ അധിഭൂതം, അധിദൈവം, അധ്യാത്മം. ഈ 3 പേരുകളുടെ ഈ മൂന്നും ഒക്കെ കൂട്ടത്തിന് ആണ് പറയുന്ന പേരാണ് മഹത്തത്വം. അപ്പൊ ഇതിൻ്റെയൊക്കെ അനുസരിച്ച് അവർക്ക് നാമധേയങ്ങളുണ്ടായി, പേരുകളുണ്ടായി. ആ പേരുകളൊക്കെ കാരണമായിട്ടുള്ള വികാരങ്ങളുണ്ടായി. ത്രിഗുണങ്ങളുടെ ഫലമായിട്ട് വികാരങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നു. മഹത്തത്വാൽ വികുർവാണാദഹന്തത്വം വിജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയ മനോമയ. വികുർവാണാൽ, മഹത്തത്വാൽ വികുർവാണാൽ, മഹത്തത്വത്തിൽ നിന്ന് വികാരം പ്രാപിച്ചപ്പോ അഹംതത്വം വ്യജായത, അഹംതത്വം, അഹം എന്നു പേരായിട്ടുള്ള തത്വം ഉണ്ടായി. കാരണകർത്താത്മാ, കാര്യം, കാരണം, കർത്താവ്, ഇതിൻ്റെയൊക്കെ സ്വരൂപമായിട്ടുള്ള ഭൂതേന്ദ്രിയ മനോമയ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഉണ്ടായി എന്ന് പറയാം. കാര്യ കാരണ കർത്താവ്, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്. ഭൂതങ്ങളാണ് ഇവിടുത്തെ കാര്യം. ആ ഭൂതങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാണ് ഇന്ദ്രിയങ്ങൾ. അതിൻ്റെയൊക്കെ കർത്താവാണ് മനസ്സ്. മനസ്സിൽ സങ്കല്പം ഉണ്ടാകുമ്പോഴാണ് ഈ വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം. ഭഗവാൻ മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ ഉണ്ടായ വസ്തുക്കളാണ് പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും. 30ാമത്തെ ശ്ലോകം പറയണമെന്ന് വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാം അഹം തത്വാൽ വികുർവാണാൻ മനോ വൈകാരികാദഭൂൽ വൈകാരികാശ്ചയേദേവാം അർത്ഥാഭിവ്യഞ്ജനം യതാം. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങള്, ഭൂതങ്ങള് എന്ന് പറയാം ചുരുക്കത്തില്, ഇന്ദ്രിയങ്ങള്, ദേവതകള്, ഇങ്ങനെയുള്ള 3 തരക്കാരുണ്ടായി. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഉൽപ്പത്തിക്ക് കാരണം എന്ന് പറയാണ്. അഹം തത്വം എന്നുള്ളത് 3ആയിട്ട് പിരിഞ്ഞു എന്നാണ്. സത്വ, രജ, തമോ ഗുണങ്ങൾക്കനുസരിച്ച് അഹം തത്വത്തിനെ 3ആയിട്ട് തിരിഞ്ഞു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. ഈ ത്രിഗുണങ്ങളുടെ ഫലമായിട്ട് അഹങ്കാരം എന്നുള്ളത് 3ആയിട്ട് തിരിഞ്ഞു. സാത്വികം എന്നുള്ള ഭാവം കൂടുതലുണ്ടെങ്കിൽ അതിനെ സാത്വികാഹങ്കാരം എന്ന് പറയുന്നു.
രജസിന്റെ ആധിക്യമുണ്ടെങ്കിൽ അതിനെ രാജസാഹങ്കാരം എന്ന് പറയുന്നു. തമസിന്റെ ആധിക്യമുണ്ടെങ്കിൽ അതിനെ താമസാഹങ്കാരം എന്ന് പറയുന്നു. അപ്പൊ 3 തരം അഹങ്കാര തത്വങ്ങള്. അത് സത്വഗുണം എന്നുള്ളത് വളരെ പരിശുദ്ധമായതുകൊണ്ട് അതിൽ നിന്നാണ് ദേവന്മാരുണ്ടായത് എന്ന് പറയാണ്. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. ആ ദേവന്മാരുള്ളത് കൊണ്ടാണ് അറിവുണ്ടായത്. ദേവന്മാരെ കൊണ്ടുള്ള സാത്വികമായിട്ടുള്ള ദേവന്മാരുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ജ്ഞാനം എന്നുള്ളത് ഉണ്ടായത്. ജ്ഞാനം എന്നുള്ളത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് ഈ ജ്ഞാനം. അറിവ് എന്ന് പറയുന്നത് ഈ സാത്വിക അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായത്. ഇതിൻ്റെയൊക്കെ കൂട്ടമാണ് ജ്ഞാനം. പിന്നെ രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തനക്ഷമങ്ങളായിട്ടുള്ള വസ്തുക്കൾ. കണ്ണുള്ളത് കൊണ്ടല്ലേ കാണാൻ സാധിക്കുന്നത്, മൂക്കുള്ളത് കൊണ്ടല്ലേ ഘ്രാണിക്കാൻ സാധിക്കുന്നത്, കാതുള്ളത് കൊണ്ടല്ലേ കേൾക്കാൻ സാധിക്കുന്നത്, ത്വക്കുള്ളത് കൊണ്ടല്ലേ സ്പർശിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോ ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിലും കർമ്മേന്ദ്രിയങ്ങളാണെങ്കിലും വിരോധമില്ല, അതെല്ലാം പ്രവർത്തിക്കാൻ ഉള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് അതെല്ലാം രാജസാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു. പിന്നെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായതൊക്കെ താമസാഹങ്കാരത്തിൽ നിന്നാണ്. അപ്പോ ഏകമായിരുന്ന അഹംതത്വം, ഒന്നായിരുന്ന അഹംതത്വം ഈ ത്രിഗുണങ്ങളുടെ ആധിക്യം, ന്യൂനത, ഇതൊക്കെ അനുസരിച്ച് 3ആയിട്ട് തിരിഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞ സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തുണ്ടായി? പഞ്ചഭൂതങ്ങളുണ്ടായി. ഭൂതേന്ദ്രിയ ദേവതകള്, ഭൂതങ്ങളുണ്ടായി, ഇന്ദ്രിയങ്ങളുണ്ടായി, ദേവതകളുണ്ടായി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായതാണ് പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങൾക്കൊക്കെ ദേവതകളുണ്ടായി, പിന്നെ ഇന്ദ്രിയങ്ങളും ഉണ്ടായി. തൈജസാനീന്ദ്രിയാണ്യേവ ജ്ഞാനകർമാമയാനിഷ താമസോ ഭൂതസൂക്ഷ്മാദി യഥഖം ലിംഗമാത്മനാം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാണ് ആദ്യം പറഞ്ഞല്ലോ ചലിക്കുന്ന വസ്തുക്കള്. അതിന്റെ ഫലമായിട്ട് അറിവുണ്ടായി എന്നർത്ഥം. അറിവിന് ഉപകരിക്കുന്ന വസ്തുക്കളാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അതെല്ലാം രജോ ഗുണപ്രധാനികളാണ്. അഹംതത്വത്തിൽ നിന്ന് ഉണ്ടായതാണ്. പിന്നെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നുള്ള പഞ്ചഭൂതങ്ങളും ഒക്കെ താമസ അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയുണ്ടായി. അതിൻ്റെ തന്മാത്രകൾ ആണ് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറയും. സൂക്ഷ്മഭൂതങ്ങളാണ് ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ. സൂക്ഷ്മമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. പഞ്ചഭൂതങ്ങൾ തന്നെ അതിൻ്റെ സൂക്ഷ്മ സ്വരൂപമാണ് ഈ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. ഓരോ പഞ്ചഭൂതങ്ങൾക്കും ഓരോ സൂക്ഷ്മഭൂതങ്ങളുണ്ട്. അതേതാണെന്ന് പറയാം. ഈ ശ്ലോകത്തിൽ പറയുന്ന ഇതാണ്: ജ്ഞാനകർമ്മമയാനി ഇന്ദ്രിയാണി. ജ്ഞാനകർമ്മ രൂപങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ തൈജസാനി ഏവ, തൈജസങ്ങൾ എന്ന് പറയുന്നു. രാജസം തൈജസം ഒക്കെ ഒന്ന് തന്നെ. താമസം എന്ന തത്വം, അഹംതത്വം, ഭൂതസൂക്ഷ്മങ്ങളുടെയൊക്കെ കാരണമാണ് അർത്ഥം. യഥ ആത്മന ലിംഗം ഖം. അതിനെ ബ്രഹ്മത്തിന്റെ, ആത്മാവിന്റെ, ബ്രഹ്മയുടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിന്റെ, ഭഗവാന്റെ അറിവാകുന്ന, ഭഗവാന്റെ സ്വരൂപമാകുന്ന ഖം എന്ന ആകാശമാണ്. കാലമായാംസി യോഗേന ഭഗവദ്വീക്ഷിതം നഭസോ അനുസൃതം
സ്പർശം വികുർവൻ നിർമ്മമേമിനിലം. ഇനി ആകാശത്തിൽ നിന്ന് എന്താണ് ഉണ്ടായത് എന്ന് പറയണം. ആകാശം ഒരു കാരണമായല്ലോ. അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? കാലശക്തി ഉണ്ടായി, പരിണാമ ശക്തി, ചിത്ശക്തി, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ആകാശം. കാലശക്തി, പരിണാമ ശക്തി, കാലത്തിന്റെ ഫലമായിട്ടാണ് പരിണാമങ്ങൾ സംഭവിക്കുന്നത്. ചിത്ശക്തി എന്ന് പറഞ്ഞാൽ ചിത്തിന്റെ ശക്തി, ചിതാഭാസൻ എന്നൊക്കെ പറഞ്ഞല്ലോ ആദ്യം. ഇതെല്ലാം ത്തിന്റെ ഫലമായിട്ടാണ് ആകാശം. അത് ഭഗവാന്റെ സങ്കല്പമാണ്. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഈ മൂന്നും കൂടി കൂടിച്ചേർന്നപ്പോ ആകാശം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായി. അതിൽ നിന്ന് ശബ്ദമുണ്ടായി. ശബ്ദവും ആകാശവും, ആകാശത്തിന്റെ സൂക്ഷ്മ സ്വരൂപമാണ് ശബ്ദം. ആ ആകാശത്തിന് വികാരം പ്രാപിച്ചപ്പോ അതിൽ നിന്ന് സ്പർശമുണ്ടായി. അതിന്റെ ഫലമായിട്ട് വായു ഉണ്ടായി എന്നർത്ഥം. സ്പർശം എന്നുള്ള സൂക്ഷ്മരൂപം, വായു എന്നുള്ള പഞ്ചഭൂതത്തിന്റെ സൂക്ഷ്മരൂപമാണ് സ്പർശം. അപ്പൊ ആദ്യം ഉണ്ടായത് ആകാശം, അതിന്റെ ഗുണമാണ് ശബ്ദം. ആകാശത്തിൽ നിന്ന് പിന്നീട് എന്തുണ്ടായി? സ്പർശം ഉണ്ടായി, അല്ലെങ്കിൽ വായു ഉണ്ടായി. വായുവിന്റെ ഗുണമാണ് സ്പർശം. അനിലോപി വികുർവാണോ നഭസോരുപലാന്വിതാം സസർജരൂപതന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം. ആ വായു ഉണ്ടായെന്ന് പറഞ്ഞില്ല. വായുവിന് വികാരം സംഭവിച്ചപ്പോ ആ വായുവിൽ നിന്ന് രൂപം ഉണ്ടാവാനായിട്ട് തുടങ്ങി. രൂപത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം അഗ്നിയാണ്, അല്ലെങ്കിൽ തേജസ്സാണ്. രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഒരു വസ്തുവിനെ കാണണമെങ്കിൽ തേജസ് വേണം, അഗ്നി വേണം. അങ്ങനെയാണ് ലോകത്തില് തേജസ് ഉണ്ടായത്. വായു എന്നുള്ള പഞ്ചഭൂതം വികാരം പ്രാപിച്ചപ്പോ തേജസ് എന്നുള്ള പഞ്ചഭൂതം ഉണ്ടായി. ആ തേജസ്സിന്റെ സൂക്ഷ്മ സ്വരൂപം, അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയും, അങ്ങനെയാണ് പറയാൻ പേര്. അതാണ് രൂപം. വസ്തുക്കളെ കാണാൻ വേണ്ടി രൂപമുണ്ടായി. അനിലേനാന്വിതം ജ്യോതിർവികുർവൽ പരവീക്ഷിതം ആധത്താംഭോരസമയം കാലമായാംശയോഗതാം. അങ്ങനെ ഈശ്വര സങ്കല്പം ഉണ്ടായപ്പോ ആ അഗ്നിക്ക്, അല്ലെങ്കിൽ ജ്യോതിസിന് വികാരം സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് രസം ഉണ്ടായി എന്നാണ്. രസം, അതിന്റെ പഞ്ചഭൂതമാണ് ജലം. ജലമുണ്ടായി. അഗ്നി അല്ലെങ്കിൽ തേജസ് വികാരം പ്രാപിച്ചപ്പോ ജലമുണ്ടായി. ജലത്തിന്റെ തന്മാത്രയാണ് രസം. ജ്യോതിഷാംഭോനുസംസൃഷ്ടം വികുർവൽ ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധമുഗുണാമാഥാൽ കാലമായ അംശയോഗത. പിന്നീട് ബ്രഹ്മം ചിന്തിച്ചപ്പോ ബ്രഹ്മത്തിന്റെ കടാക്ഷം കൊണ്ട് ഈ ജലം വികാരം പ്രാപിച്ച് ഗന്ധമാകുന്ന ഗുണമുണ്ടായി. ഗന്ധമാകുന്ന ഗുണത്തോടുകൂടിയ ഭൂമി ഉണ്ടായി അർത്ഥം. ഭൂമിയാണ് പഞ്ചഭൂതം. ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ഭൂമിയുടെ സൂക്ഷ്മഭാവം, സൂക്ഷ്മ സ്വരൂപമാണ്, അല്ലെങ്കിൽ തന്മാത്രയാണ് ഗന്ധം. ഭൂമിയുടെ ഗുണമാണ് ഗന്ധം എന്നർത്ഥം. ഭൂതാനാം നഭ ആദീനാം യജ്ജൽ ഭവ്യാവരാവരം തേഷാം പരാനുസംസർഗാൻ യഥാസംഖ്യം ഗുണാൻ വിദു. അല്ലയോ വിതുരനോട് പറയാണ്, വളരെ സാവധാനമായിട്ട് കേൾക്കൂന്നാണ് വിതുരനെ ഉപദേശിക്കുന്നത്. അപ്പൊ വിതുരന് ആകെ സംശയമാവണ്ട, എല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ. എല്ലാം ഈശ്വര സങ്കല്പമാണ്. ഓരോന്നിന്റെയും കാരണത്തെ കുത്തി അല്ലെങ്കിൽ അതിനൊക്കെ വിശകലനം ചെയ്ത് അറിയാനുള്ള സാമർഥ്യമൊന്നും ഈ മനുഷ്യ മനസ്സിലില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് വികാരം പ്രാപിക്കുന്നത്, വികാരം പ്രാപിച്ചത് എന്തുകൊണ്ട് ചെയ്യുന്നത്, അതുണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറെയൊക്കെ നമുക്ക് വിശ്വസിക്കുക ഇതെല്ലാം ഈശ്വര സങ്കല്പം എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതിൽ നിന്ന് ഏതാണോ ഉണ്ടായത് അതിന്റെ ക്രമം അനുസരിച്ച് ഗുണങ്ങളും ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ പഞ്ചഭൂതങ്ങളും ഉണ്ടായപ്പോൾ അതിന്റെ ഗുണങ്ങളും സംഭവിച്ചു. ഒന്നാമതായിട്ട് ആകാശമുണ്ടായി. അതിന്റെ ഗുണമാണ് ശബ്ദം.
പിന്നീട് വായു ഉണ്ടായി. അപ്പൊ വായുവിന് ഒരു ഗുണം ഉണ്ടാവുമല്ലോ, സ്പർശം എന്നുള്ള ഗുണം ഉണ്ടാവും. ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് വായുവിന് 2 ഗുണങ്ങളുണ്ടാവും. ആകാശത്തിന്റെ ഗുണമായിട്ടുള്ള ശബ്ദവും ഉണ്ടാവും, വായുവിന്റെ ഗുണമായിട്ടുള്ള സ്പർശവും ഉണ്ടാവും. പിന്നെ വായുവിൽ നിന്നാണ് തേജസ് ഉണ്ടായത്, അല്ലെങ്കിൽ അഗ്നി ഉണ്ടായത്. അപ്പൊ അഗ്നിക്ക് 3 ഗുണങ്ങളുണ്ടാവും. ആകാശത്തിന്റെ ഗുണമായിട്ടുള്ള ശബ്ദം, വായുവിന്റെ ഗുണമായിട്ടുള്ള സ്പർശം, പിന്നെ അഗ്നിയുടെ ഗുണമായിട്ടുള്ള രൂപം ഉണ്ടായി. ശബ്ദ, സ്പർശ, രൂപം, ഈ 3 ഗുണങ്ങളും അഗ്നിക്ക് ഉണ്ടാവും. പിന്നെ അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ ജലത്തിന് എത്ര ഗുണങ്ങളുണ്ടാവും? 4 ഗുണങ്ങളുണ്ടാവും. ആകാശത്തിന്റെ ഗുണമായിട്ടുള്ള ശബ്ദം, വായുവിന്റെ ഗുണമായിട്ടുള്ള സ്പർശം, അഗ്നിയുടെ ഗുണമായിട്ടുള്ള രൂപം, ജലത്തിന്റെ ഗുണമായിട്ടുള്ള രസം, ഇങ്ങനെ 4 ഉണ്ടാവും. പിന്നെ ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ഭൂമിക്ക് എത്രയെല്ലാം ഗുണങ്ങളുണ്ടാവും? 5 ഗുണങ്ങളുണ്ടാവും. ആദ്യം പറഞ്ഞ ആകാശത്തിന്റെയും വായുവിന്റെയും തേജസ്സിന്റെയും ജലത്തിന്റെയും ഗുണങ്ങളായിട്ടുള്ള ശബ്ദ, സ്പർശ, രൂപ, രസം, ഈ 4 ഉണ്ടാവും. പിന്നെ ഭൂമിയുടെ ഗുണമായിട്ടുള്ള ഗന്ധം ഉണ്ടാവും. അപ്പൊ ഭൂമിക്ക് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ 5 ഗുണങ്ങളുണ്ട്: ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. എന്നിട്ട് പറയാണ് ഏതേദേവാകലാ വിഷ്ണു കാലമായാം ശലിംഗിന നാനാത്വാൽ സ്വക്രിയാ നീശാ പ്രോജു പ്രാഞ്ചലയോ വിഭം. ആ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള വിഷ്ണു, കല, ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള കാലമായാംശ ലിംഗിന, കാലം, മായ, അംശം, ഇതിൻ്റെയൊക്കെ ചിഹ്നമുള്ളതായിട്ടുള്ള ഏതേ ദേവ, ഈ ദേവന്മാർ, ഇതിൻ്റെയൊക്കെ ദേവന്മാർ നാനാത്വമായിട്ടിരിക്കുന്നു, വെവ്വേറെ ഇരിക്കുന്നതുകൊണ്ട് സ്വക്രിയാനീശ, സ്വന്തം പ്രവർത്തികൾ ചെയ്യാൻ ശക്തിയില്ലാത്തവരായി, പ്രാഞ്ചലയ, അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട്, അഞ്ജലിബദ്ധരായി, വിഭും പ്രോച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്താ പറയുന്നത് അവിടെ വെച്ചാൽ, ഓരോരോ വസ്തുക്കൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ, പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഈ പഞ്ചഭൂതങ്ങൾക്കൊക്കെ സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ആകാശം മാത്രം ഉണ്ടായതുകൊണ്ട് ആകാശത്തിന് എന്താ പ്രവർത്തിക്കാൻ പറ്റില്ല. വായുവിനും വായു തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. തേജസ്സിനും പറ്റില്ല, ജലത്തിനും പറ്റില്ല, ഭൂമിക്കും പറ്റില്ല. അപ്പൊ പിന്നെ അവരെന്ത് നിശ്ചയിച്ചു? നമുക്കെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഭഗവാനെ ഒന്ന് സ്തുതിക്കാം. ഭഗവാൻ വിചാരിച്ചാലേ ഈ വസ്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാം വേണം. ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രങ്ങളും ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എല്ലാം ഉണ്ടായത് ഭഗവാന്റെ ഒരു വീക്ഷണം കൊണ്ടാണ്, ഭഗവാന്റെ ഒരു നിശ്ചയമാണ്. ഈ വസ്തുക്കളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. തനിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അന്യോന്യം യോജിച്ചാണ് ഓരോരോ കാര്യങ്ങളും ചെയ്യാവൂ എന്ന് നമ്മളോട് ഉപദേശിക്കുന്ന പോലെ തോന്നും ഇത് കേട്ടാൽ. ഒരു ഉദ്ദേശം നിറവേറ്റാൻ ഒരാൾ മാത്രം ശ്രമിച്ചാൽ സാധിക്കില്ല. അപ്പോൾ ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി കൂട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു കുടുംബമാണെങ്കിൽ കൂട്ടായിട്ട് അച്ഛനമ്മയും മക്കളൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു യജ്ഞം ചെയ്യുകയാണെങ്കിൽ അത് ഫലമുണ്ടാവും. ഒരു സമൂഹത്തിലാണെങ്കിൽ എല്ലാ കുടുംബങ്ങളും അതിലുള്ള എല്ലാ മെമ്പർമാരും പരസ്പരം യോജിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഫലമുണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇവിടെ കാലമാകുന്ന ഭഗവാന്റെ ഒരു വികാരം, ആ കാലത്തിന്റെ വികാരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. മായയുടെ ലക്ഷണമാണ് വിക്ഷേപം എന്ന് പറയും. അതുപോലെ ഈ ദേവന്മാരെന്ന് പറഞ്ഞല്ലോ, എല്ലാ പഞ്ചഭൂതങ്ങളുടെ അഭിമാനികളായിട്ടുള്ള ദേവന്മാര്, അവരൊക്കെ പല വിധത്തിലിരിക്കണു, ഒന്നിനോടൊന്നും യോജിക്കാതെ ഭിന്നിച്ചിരിക്കണം. അപ്പോൾ തങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി അവർക്ക് അറിയാം. തൻ്റെ പ്രവൃത്തി ബ്രഹ്മാണ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ഇച്ഛ തന്നെയാണ്. ബ്രഹ്മാണ്ടത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മളൊക്കെ അശക്തന്മാരാണ്, കഴിവില്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കിയവർക്ക്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ അവര് കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും കൂടിയിട്ടുള്ള പ്രാർത്ഥന, അതാണ് ഇനി അടുത്ത
13 ശ്ലോകങ്ങൾ, 38ാമത്തെ ശ്ലോകം മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങൾ ദേവ ഊചു എന്ന് കാണാം. ദേവന്മാർ പറഞ്ഞു എന്ന് പറയുന്നത്, ഈ ദേവന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പൊ സൃഷ്ടിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങളിലേക്ക് തന്മാത്രകള് എല്ലാം, അങ്ങനെ ഒരു 20 ഐറ്റംസ് പറയാം. പഞ്ചഭൂതങ്ങൾ 5, ഇന്ദ്രിയങ്ങൾ 10, 10 × 5 15, ഇതിന്റെ തന്മാത്രകള് 5, അങ്ങനെ 20. ഈ 20 വസ്തുക്കൾ ഉണ്ടായതാണ് നമ്മൾ പറഞ്ഞത്. ഈ 20 ദേവന്മാരും കൂടി ഭഗവാനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. ആ ഭാഗമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത പ്രഭാഷണത്തിലേക്ക് മാറ്റിവെക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നല്ലവണ്ണം ചിന്തിക്കുക എന്നേ പറയാനുള്ളൂ. ആരെയും ഉപദേശിക്കാനുള്ള കഴിവുണ്ടായിട്ട് പറയില്ല. നല്ലപോലെ ചിന്തിച്ച് അതിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ച് എന്തെങ്കിലും മറുപടി പറയാനായിട്ട് ശ്രമിക്കാം. എന്തായാലും സൃഷ്ടി പ്രകടനം എന്നുള്ളത് വളരെയധികം വിജ്ഞാനപ്രദമായൊരു വസ്തുവാണ്. നല്ലപോലെ അറിയേണ്ടതാണ്. അവിടെയാണ് നമുക്ക് ഭഗവാന്റെ മഹത്വം അറിയാനായിട്ട് സാധിക്കുക. പ്രപഞ്ചം സൃഷ്ടിച്ചത്, ഇത്ര വലിയ യോഗ്യതയുള്ള ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഭഗവാന്റെ മഹത്വം പിന്നെ നമുക്ക് പറയേണ്ടതുണ്ടോ? പ്രപഞ്ചം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്ന വസ്തുവിനെ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ആ ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൻ്റെ ആ ശക്തി പ്രഭാവം നമുക്ക് അനുമാനിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക എന്നുള്ളത് മാത്രമേ അജ്ഞരായി നമുക്ക് ചെയ്യാനുള്ളൂ. എല്ലാ വാക്കുകളും ആ ഭഗവത് പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുന്നു. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓ